ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പം ഇന്ന് ഈവനിങ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു പുതിയൊരു ബിരിയാണി പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് ഇന്നതിൽ ബിരിയാണിയാണോ ഇറച്ചിച്ചോറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു സംഭവം. കാരണം ബിരിയാണിക്ക് വേണ്ട എല്ലാ ഐറ്റംസൊന്നും ഇല്ല. ഇപ്പോൾ വീട്ടിലുള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, മല്ലിച്ചപ്പും പുതിനയും കൂടെ വാങ്ങി. അല്ലാതെ എല്ലാ ഐറ്റംസൊന്നും ഇല്ല കേട്ടോ, മീൻസ് എല്ലാതും കൂടി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലാന്നും പറയാം. ബിരിയാണി അരി ഒന്നുമില്ല, നമ്മൾ റേഷൻ കടയിലെ പച്ചരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത് മാത്രം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ പോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ചുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് വാറണ്ടി പേപ്പറാണ് കേട്ടോ, 1 year വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റിക്കർ, ഞാൻ പറിച്ചതാണ്. ഇത് പറിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് 400 രൂപയ്ക്കാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. 1700 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏത് കമ്പനി? MRൻ്റെ നോൺ സ്റ്റിക്ക് കുക്കർ. MR വലിയ കമ്പനിയൊന്നും അല്ല, ഏതോ ലോക്കലാണെന്ന് തോന്നുന്നു. ഓക്കെ, MR ആണ് ഇത് നോൺ സ്റ്റിക്ക്. അപ്പോൾ ഒരുപാട് നാളായി ഇതുപോലത്തെ ഒരു പോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 1 kg അരിയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, അതെന്തായാലും അതിൽ പിന്നെ അങ്ങനെയുള്ള മെഷർമെൻറ്റ് കണക്കൊന്നും എനിക്കറിയില്ല. 8 ലിറ്ററാണ്. മീൻസ് എന്തായാലും ഒരു 1 kilo ചിക്കൻ 1 kilo അരിയും കൂടെ ഇതിൽ അങ്ങനെ പറ്റും തോന്നുന്നു. അപ്പം എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അത് ഞാൻ പാത്രം ഒന്ന് കഴുകട്ടെ കേട്ടോ. ഞാനെല്ലാം അടുക്കളയിൽ റെഡിയാക്കി വെച്ചതാണ്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ റേഷൻ കടയിൽ അരി തന്നെയാണ്. പിന്നെ അത് നമ്മൾ പച്ചരി ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഊറ്റിയെടുക്കാൻ വെച്ചതാണ്. ഇവിടെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടിയുടെ ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം അല്ലേ. ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ടു, അരി കഴുകിയിട്ടു. പിന്നെ അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ഇട്ടു. ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ പോട്ടിൽ തന്നെ അങ്ങനെ ഒന്നിച്ച് അങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി വേണ്ട, ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ പക്ഷേ നമ്മൾ ഈ പോട്ട് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, ബിരിയാണിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബിരിയാണി അരി ഇല്ല, അത് വലിയൊരു തന്നെയാണ്. അപ്പോൾ അതാണ് ഇറച്ചിച്ചോറെന്ന് എന്താണെന്ന് വെച്ചാൽ പറയാം. എന്തായാലും ഈ പോട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യാലോ വെച്ചിട്ടാണ് ഞാൻ അതിലങ്ങോട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊന്നും എടുത്തിട്ടില്ല, കുറച്ചാണ് എല്ലാം ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലേക്കാണ് സവോളയും ഇട്ടുകൊടുത്ത് വഴറ്റിയത്. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതും ചേർത്തു. പിന്നെ കുറച്ച് നമ്മളെ കയ്യിൽ പേസ്റ്റ് അല്ലാണ്ടുണ്ടായിരുന്നു, ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ 2-3 പച്ചമുളക്, ബിരിയാണി മസാലേൻ്റെ പൗഡർ ഉണ്ടായിരുന്നു, അതും കുറേശ്ശെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും, ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വാങ്ങിച്ചപ്പോൾ മല്ലിച്ചപ്പും പുതിനയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് ബിരിയാണീൻ്റെ അരിയൊന്നും ഇല്ലല്ലോ എന്ന് മനസ്സിലായത്. പക്ഷെ എന്നാലും റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ നന്നായി കിട്ടലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു അരി വെച്ച് ചെയ്യണം അത്രയും ഒരു ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉണ്ടാവുള്ളൂ, എന്നാലും ഒരു ബിരിയാണി ആയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പോട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണ ബിരിയാണിയുടെ ആ ഒരു ചെമ്പിൽ ഉണ്ടാക്കണ അത്രയ്ക്ക് തോന്നിയില്ല ടേസ്റ്റ്. മീൻസ് എന്താ വെച്ചത്, ഇതിൻ്റെ അടപ്പൊക്കെ നല്ല സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ ആവി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പേപ്പർ വെക്കണം, എന്തോ ഒരു ഫ്ലോയിങ് പേപ്പർ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അത് വെച്ചാൽ കറക്റ്റ് ആവിയൊക്കെ പുറത്തേക്ക് പോവാണ്ടിരിക്കും തോന്നുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കണക്കുകളൊന്നാണ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ്. ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ നമുക്കിനി എന്താ പറയുക, ആ ചോറ് അങ്ങോട്ട് പകുതി വേവിച്ചിട്ടുള്ള ആ ഒരു റൈസ് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒരു ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഞാനൊരു 5-6 മിനിറ്റും വെച്ചു. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ പിന്നെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രഷറിൽ അങ്ങനെ കിടക്കുകയാണല്ലോ. ഞാൻ മക്കളോട് ഇങ്ങനെ പറയുമായിരുന്നു ഇത് കഴിച്ചു വന്നപ്പോഴേ, വലിയ ടേസ്റ്റ് തോന്നുന്നില്ലല്ലേ എന്ന്. പിന്നെ അവർക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ, ബിരിയാണി അല്ലെങ്കിൽ ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞാൽ അത് മതി. അതിന് കൂടെ കുറച്ച് തൈരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ബിരിയാണി തന്നെയാണ്. അവർക്കത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാവുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ജസ്റ്റ് വെറുതെ അങ്ങോട്ട് അരിഞ്ഞിട്ടതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ടു, ബിരിയാണി മസാല ഇട്ടു, ഇതേ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഏതായാലും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് ഉള്ളി ഒന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട്, അത് നെയ്യിലല്ല സൺഫ്ലവർ ഓയിൽ മൂപ്പിച്ചിട്ട് അതും കൂടി ലാസ്റ്റ് ഇനിയിപ്പോൾ ഇറക്കി വയ്ക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഞാനൊരു സവോളയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നത് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ കണ്ടുപോകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിച്ചുമോള് നത്ത അവിടെ ഉണ്ട് കേട്ടോ, പാട്ട് കേട്ടിരിക്കുന്നുണ്ട്. എന്താ കിച്ചുമോളെ ഞാൻ കടയിലേക്ക് പറഞ്ഞയക്കാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ടെന്ന സവോള നമ്മൾ അടുക്കളയിൽ ആവശ്യത്തിനൊക്കെ എടുത്തു. കിച്ചുവിനോട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ കുട്ടി കടയിൽ പോകുന്നുണ്ട്, അപ്പോൾ ഇവിടെയും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൂടി സവോള, അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു നമുക്കൂടെ സവോള വാങ്ങി. ഇപ്പം ഉണ്ടെന്നൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ വിളക്കൊക്കെ വെച്ചുട്ടോ. ഞാൻ കിച്ചുമോളെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവളെ ഞാൻ കടയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ കടയിലേക്ക് പറഞ്ഞിട്ട് മുറ്റത്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്, നോക്കട്ടെ. എങ്ങോട്ട് പോകണം? കടയിലേക്ക് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പാട്ടത്. ഏത് ചെരുപ്പ്? കാപ്പിയോ? ലൂക്കാച്ചൻ ഇവിടെ ഉണ്ട് കേട്ടോ. ലൂക്ക സ്വത്ത് എവിടെ സ്വത്ത് എവിടെ? ഗുഡ് ബോയ്. 1/2 കിലോ സവോള. ഇനി ഞാൻ തൊടൂല, ഞാൻ കുളിച്ചടാണ്, ഞാൻ കൊച്ചടാണല്ലോ, ഞാൻ തൊടൂല, സ്വത്തിനെ തൊടൂല, ഞാൻ തൊടൂല. എന്താണ്? ഓ അയ്യോ, കിച്ചു എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണത്? കിച്ചു മോളെ എങ്ങോട്ടാ പോണേ? ചാടി തുള്ളി പോണത്. എങ്ങോട്ട് പോയത്? കാണൂല. എങ്ങോട്ട് ചേച്ചി പോയത്? പോയതല്ലേന്നോ? കുഞ്ഞേ
എന്തോന്ന് എങ്ങോട്ട് പോയത്? കിച്ചുമോൾ എങ്ങോട്ട് പോയത്? സത്തേ കിച്ചുമോൾ എങ്ങോട്ട് പോയത്? അപ്പം കിച്ചുമോള് സവോളയൊക്കെ വാങ്ങാൻ പോയി. ഞാൻ ഒരു ചായ ഇട്ടിട്ടില്ല. വന്നപ്പോൾ അങ്ങനെ നിന്ന് എന്താ പറയുക, ഈ ഒരു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചായക്ക് വെള്ളം വെച്ചാണ് നമ്മൾ ബിരിയാണി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ആവി പോവാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കട്ടെ, ഞാൻ ഫോണൊന്ന് സ്റ്റാൻഡിൽ വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ മീഡിയ കൂടെ ഉണ്ടാകുമ്പോൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും കൂടെ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.